മുത്തുമണീസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡേ ഒരു വ്ളോഗായിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ട് കൂടെ തന്നെ നല്ലൊരു അടിപൊളി വിഭവത്തിൻ്റെയും കൂടി റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടാണ് കഴിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ മോളെ മദ്രസയിൽ നിന്ന് വിളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു പേടിയാണ്, നല്ല വണ്ടികളൊക്കെ പോണ കാരണം ഭയങ്കര പേടിയാണ്. അപ്പോൾ അവളെ പകുതിക്ക് ഞാൻ കൂട്ടാൻ വേണ്ടി പോവുകയാണ്. പോയി വന്നപ്പോൾ മോള് ഭയങ്കര കളിയിലാണ് കേട്ടോ. അവൾ കളിക്കുന്ന സാധനമൊക്കെ ഇട്ടിട്ട് ഉമ്മ അവളെ കളിപ്പിക്കുകയായിരുന്നു. കളിച്ചും കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞങ്ങൾ വരുന്നത്, അവൾ കാണുന്നത്. അപ്പോൾ വീളിട്ടിട്ട് താത്താന്നൊക്കെ വിളിച്ചിട്ട് ഉറക്കെ ചിരിക്കുകയാണ് കേട്ടോ. മോള് സ്കൂളിലും മദ്രസയിലൊക്കെ പോയ സമയത്ത് അവൾ ചോദിച്ചും കൊണ്ടിരിക്കും കേട്ടോ, താത്താച്ച വിളിച്ചും കൊണ്ടിരിക്കും. അവൾ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇതാണ്. അവൾ വന്നേക്ക് അവളെ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവൾ ഭയങ്കര കരച്ചിലൊക്കെയാണ് കേട്ടോ. മോള് വന്നതിന് ശേഷം ഒരുമിച്ചിരുന്നിട്ടാണ് കേട്ടോ ചായയൊക്കെ കുടിക്കാറ്. ഇന്ന് പുട്ടും പപ്പടും തലേ ദിവസത്തെ മീൻകറിയാണ്. എനിക്ക് മോൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ തലേ ദിവസത്തെ മീൻകറി. മോൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുകയാണ്. അവൾക്ക് നല്ല മടിയാണ് കേട്ടോ മരുന്ന് കഴിക്കാൻ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മീൻ അയലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് തേങ്ങ വറുത്തരച്ച് വെക്കണത് കേട്ടോ എനിക്കിഷ്ടം. ചെറിയ അയല കുട്ടിയൊക്കെയാണെങ്കിൽ ഞാൻ മുളകിടുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇതാ മീൻ വറുത്തതായി, കറിയായി. ഇനി അടുത്തത് ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ക്യാരറ്റും പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഞാനവിടെ താഴത്ത് ഒതുക്കി വെച്ചിട്ടുള്ള കുപ്പിയും കാര്യങ്ങളൊക്കെ മോളെടുത്ത് തട്ടിമറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അവൾ അടുപ്പിൻ്റെ അവിടെ പോയിട്ട് ഓലക്കൊടിയൊക്കെ എടുത്തിട്ട് ഓരോ കുസൃതികൾ കാണിക്കണം കേട്ടോ. അതിനിടയിൽ ഞാൻ മോളെ കുളിപ്പിച്ച് ഉറക്കാൻ വേണ്ടി പോയിട്ട് അവൾ ഭയങ്കര വാശിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളെ ഒക്കത്ത് വെച്ചിട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവളെ ഉറക്കിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി ജോലിയൊക്കെ തുടങ്ങുന്നത്. ജോലിയെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. ഉച്ച ടൈം ആവാറായി തുടങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ പപ്പടം, അയില വറുത്തത്, അയിലക്കറി, ക്യാരറ്റ് ഉപ്പേരി, മാങ്ങച്ചാർ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ പ്രത്യേകിച്ച് ചായക്ക് ഒന്നുമില്ലായിരുന്നു പലഹാരം. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു സംഭവം ഉണ്ടാക്കിയതാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മധുരത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ അതുകൊണ്ട് ഈ വീഡിയോ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം ഒരു പാന് വെച്ചിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് തേങ്ങയും പിന്നെ ബദാമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്ക് കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരുപാട് നേരം വറക്കണ്ട കേട്ടോ. നെയ്യിൻ്റെ ഒക്കെ ഒരു മണം വരും, അപ്പോൾ ഓഫ് ചെയ്യാം. ഇത് ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നില്ല, ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആ തേങ്ങ ഒക്കെ മാറ്റിയതിന് ശേഷം ഞാൻ പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് നേന്ത്രപ്പഴം അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ട് ഭാഗവും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് തേങ്ങയുടെ മിക്സും കൂടിയും ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം ഒന്ന് തിള വരാറാവുമ്പോഴത്തേനും നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക കേട്ടോ. ഇപ്പോൾ ഒന്ന് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുറുകി കിട്ടിയതിന് ശേഷം ഈ പഴത്തിൻ്റെ മിക്സൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പഴം എല്ലാം ചേർത്തതിന് ശേഷം മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മധുരത്തിനോട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ഇത് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ രാത്രി കഴിച്ചത് സെയിം ചോറ് തന്നെയാണ് കഴിച്ചത്. അയിലക്കറി, അയില വറുത്തത്, ക്യാരറ്റ് ഉപ്പേരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.